സുജാത, KSFE പ്രവാസി ചിട്ടി ഡിവിഷന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. പ്രവാസി വരിക്കാർ ഏറെ ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് TDS അഥവാ ആദായ നികുതി. ചിട്ടിപ്പണം നിക്ഷേപിക്കുമ്പോൾ വരിക്കാർ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് TDS ഒഴിവാക്കാൻ സാധിക്കുമോ എന്നത്. നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ പോലെ തന്നെ KSFEക്കും നികുതി ഒഴിവാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പ്രവാസി ചിട്ടി വരിക്കാർ നാട്ടിൽ നികുതി പരിധിക്ക് പുറത്ത് വരുമാനം ഇല്ല എങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ TDS തിരികെ വാങ്ങാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് ഈ ടാക്സ് റീഫണ്ട് ക്ലെയിം പ്രോസസ്സിലൂടെ അവർ പോകേണ്ടതുണ്ട്. അതിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് മാന്യ ഇടപാടുകാരുടെ സംശയങ്ങൾ നിവർത്തിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖനായ ചാർട്ടേഡ് അക്കൗണ്ടന്റും KSIDC ഡയറക്ടറുമായ ശ്രീ ബാബു എബ്രഹാം കള്ളിവയലിലാണ്. അദ്ദേഹം ടാക്സ് വിഷയത്തെ സംബന്ധിച്ച് ധാരാളം കോളങ്ങൾ പ്രമുഖ മലയാള ദിനപത്രങ്ങളിലെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓഡിറ്റ്, ടാക്സേഷൻ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ഒരു ഫാക്കൽറ്റിയാണ്. അതുകൂടാതെ സർട്ടിഫൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റർ, ഇൻസോൾവൻസി പ്രൊഫഷണൽ, അതുകൂടാണ്ട് ഫോറൻസിക് ഓഡിറ്റിംഗ്, ഫ്രോഡ് ഡിറ്റക്ഷൻ എന്ന മേഖലകളിലെല്ലാം വളരെ പ്രാവീണ്യം ഉള്ള ഒരു വിശിഷ്ട വ്യക്തി കൂടിയാണ്. കൂടാതെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പ്രൊഫഷനിലെ ഉന്നതമായ പല പദവികളും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. ഓൾ കേരള ചാർട്ടേഡ് അക്കൗണ്ടൻസ് അസോസിയേഷന്റെ ഫൗണ്ടർ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. കൊച്ചിൻ ഇസാക്ക ചാപ്റ്ററിന്റെ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം USA ലോസ് ഏഞ്ചൽസ്, ന്യൂയോർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ICICI റെപ്രസെന്റേറ്റീവായി അദ്ദേഹം പോയിട്ടുണ്ട്. അതുകൂടാണ്ട് ഫോറൻസിക് ഓഡിറ്റിംഗ്, ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, മണി ലോണ്ടറിംഗ് തുടങ്ങിയ മേഖലകളിൽ ട്രെയിനിങ് അദ്ദേഹം കോലാലംപൂരിൽ ചെയ്തിട്ടുണ്ട്. ഇസാക്കയുടെ ഗ്ലോബൽ ലീഡർഷിപ്പ് കോൺഫറൻസ്, ഏഷ്യ പസഫിക് ലീഡേഴ്സ് കോൺഫറൻസ് തുടങ്ങി പ്രതികരിച്ച് സ്പീക്കറായിട്ട് അദ്ദേഹം USA ജപ്പാനിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഇന്ന് ഈ ടാക്സ് സംബന്ധമായ വിഷയങ്ങളിൽ ആധികാരികമായി സംസാരിക്കുവാൻ ഉള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ് നമുക്ക് മുന്നിൽ ഇന്ന് FB ലൈവിലൂടെ വരുന്നത്. ആദരണീയനായ വിശിഷ്ട വ്യക്തിയെ സ്നേഹപൂർവ്വം KSFEയുടെ പേരിലും എന്റെ പേരിലും ഞാൻ ഈ FB ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. തുടങ്ങറേ. ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. KSFEയുടെ ഇടപാടുകാരായ വിദേശ ഇന്ത്യക്കാർക്ക് എൻ്റെ പ്രത്യേക സ്വാഗതം. ഇന്ത്യയെ സംബന്ധിച്ച് വിദേശ ഇന്ത്യക്കാരുടെ സംഭാവന വളരെ നിർണായകമാണ്. നിങ്ങളാണ് ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർമാർ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഈ രാജ്യം ഏറെ വില കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് KSFEയും വിദേശ ഇന്ത്യക്കാരെ വളരെയധികം വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ വെളിച്ചത്തിലാണ് പ്രവാസി ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് KSFEയുടെ പ്രവാസി ചിട്ടി സംരംഭം തുടങ്ങിയത്. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പല സംശയങ്ങളുമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ സംശയങ്ങൾ ദൂരീകരിക്കാനും നിങ്ങളെ ഓൺലൈനിൽ ചോദിക്കുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സെഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ബ്രീഫായിട്ട് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ അപ്പൊ അത് നടത്താം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിലോ അതിന്റെ പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും
ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. ഇന്ന് ഈ സെഷനിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് KSFE-യിലേക്ക് കൊടുക്കുന്ന മെയിലില് നിങ്ങൾക്ക് അതിന് തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകണ്ട. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം നമ്മളൊരു ചെറിയ PPT ഒരു 5-10 മിനിറ്റ് കൂടെ ഇല്ല, അതിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ദൂരീകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ട്, നിങ്ങളെ ചിട്ടി ലേലം വിളിച്ചിട്ട് കിട്ടുന്ന പൈസ KSFE-യിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന്റെ ടാക്സ് ഇമ്പാക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കും. നമുക്ക് ഈ പ്രസന്റേഷൻ കൂടെ നമുക്ക് അതൊന്ന് നോക്കാം. ഈ പ്രസന്റേഷൻ ഞാൻ എന്റെ ഒരു ഓവർവ്യൂ ആണ് ആദ്യമായിട്ട്. പിന്നെ പ്രൈസ് ഷീറ്റ് ആൻഡ് അനാലിസിസ്, ഇൻട്രൊഡക്ഷൻ ടു TDS, ടാക്സ് ഇംപ്ലിക്കേഷൻസ്, ടാക്സ് റീഫണ്ട്സ്, TDS കൊണ്ടുള്ള പ്രയോജനം എന്താണ് വെതർ TDS നമുക്കൊരു നഷ്ടമാണോ, എങ്ങനെയാണ് നമുക്കൊരു ടാക്സ് ഫയലിംഗിന്റെ ഡ്യൂ ഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ. നമുക്കറിയാം KSFE ഒരു മിസ്ലേനിയസ് നോൺ ബാങ്കിങ് കമ്പനിയാണ്. ഇത് നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള സൂപ്പർവിഷനിലാണ് ഈ KSFE-യുടെ എല്ലാ ബിസിനസ്സുകളും. അപ്പം പ്രൈമറി റെഗുലേറ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് KSFE നമുക്കറിയാം ഒരു ലിമിറ്റഡ് കമ്പനിയാണ്. അതുകൊണ്ട് കമ്പനി കാര്യാലയത്തിന്റെ സൂപ്പർവിഷനും ഉണ്ട്. അങ്ങനെ KSFE-യുടെ പ്രധാന ബിസിനസ് നമുക്കറിയാം ചിട്ടി ബിസിനസ് ആണ്. അതിന് പുറമെ ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുകയും ലോൺ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ചിട്ടി സ്കീംസ്. നമുക്കറിയാം ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടും നോൺ റെസിഡന്റ് കേരളൈറ്റ്സിന് വേണ്ടിയിട്ടും ആണ് നമ്മൾ KSFE പ്രവാസി ചിട്ടി ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം ചിട്ടി പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നിങ്ങൾക്ക് ലേലത്തിൽ വിളിക്കാം, അല്ലെങ്കിൽ നറുക്ക് നിങ്ങൾക്ക് വീണ് കഴിഞ്ഞാൽ ചിട്ടി അങ്ങനെയുള്ള ചിട്ടിയാണ് നമ്മൾ പ്രൈസ് ചിട്ടായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ പ്രൈസ് ചിട്ടി അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ പൈസ വിഡ്രോ ചെയ്യാം. അതിന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുന്നതിനുള്ള ഒരു സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം നിങ്ങൾ 50% ഡെപ്പോസിറ്റ് നിങ്ങൾ ചിട്ടി അടച്ചു, അപ്പൊ ബാക്കി 50% അടയ്ക്കാനുണ്ടെങ്കിൽ ബാക്കി അടയ്ക്കാനുള്ള തുകയ്ക്കാണ് KSFE സെക്യൂരിറ്റി ആവശ്യപ്പെടുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആ ചിട്ടി അതിന് പകരം നിങ്ങൾക്ക് ആ ചിട്ടി അടിച്ച പൈസ KSFE-യിൽ തന്നെ കൂടിയ നികുതി ഇൻട്രസ്റ്റ് നിരക്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇടാവുന്നതാണ്. എന്താണ് TDS? നമുക്ക് എല്ലാവർക്കും പൊതുവിലുള്ള ഒരു സംശയമാണ് TDS. TDS അറിയാം, നമുക്ക് അതിന്റെ എക്സ്പാൻഷനിൽ പറയുന്ന പോലെ തന്നെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. നമുക്ക് സ്രോതസ്സിൽ തന്നെ നികുതി കിഴിവ് ചെയ്യുന്നു. അത് ഗവൺമെന്റ് അങ്ങനെ ഒരു ചട്ടം കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഈ വരുമാനവും ആ നികുതി കിഴിവും വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നികുതിയിൽ നിന്ന് നിങ്ങൾ ടാക്സ് ഇവേഷനിൽ നിന്ന് ഒഴിവായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഗവൺമെന്റ് TDS കൂടെയാണ് ഗവൺമെന്റിന്റെ ഒരു പ്രധാന വരുമാന മാർഗം. മൊത്തം കളക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കളക്ട് ചെയ്യുന്ന നികുതിയുടെ ഏതാണ്ട് 80% TDS-ഉം അഡ്വാൻസ് ടാക്സും ആയിട്ടാണ്. ബാക്കി 20% മാത്രമേ അസസ്മെന്റ് കൂടെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് നിങ്ങൾക്കും നികുതി അടയ്ക്കാനുള്ള നികുതി അടയ്ക്കുന്നത് കൊണ്ട് TDS കിഴിവ് ചെയ്യുന്നുണ്ട്. ഒരു പ്രധാന സഹായം എന്താണെന്ന് ചോദിച്ചാൽ അത് ഡസന്റ് അഫക്ട് യുവർ ക്യാഷ് ഫ്ലോ. നിങ്ങൾ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വർഷാവസാനം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ TDS ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ മൊത്തം വരുമാനത്തിന്റെ ടാക്സ് ഒന്നിച്ച് അടയ്ക്കേണ്ടതായിട്ട് വരും. അത് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന അഡ്വാൻറ്റേജ് അതാണ്. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നികുതി അടയ്ക്കാത്തതിനും അല്ലെങ്കിൽ നികുതി ഡിലേ ആയിട്ടുള്ളതിന് യാതൊരു ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതില്ല. അത് പ്രീപെയ്ഡ് ടാക്സ് ആയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാനുള്ള നികുതി ബാധ്യതയിൽ നിന്ന് നിങ്ങളുടെ TDS മൊത്തമായിട്ട് കിഴിയും. എന്നിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് അടയ്ക്കാനുള്ളത്. കൂടുതൽ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് കിട്ടും. അതാണ്. അപ്പം
നിയമത്തിന്റെ കീഴിൽ KSFE പറഞ്ഞിട്ടുണ്ട്. KSFE മാത്രമല്ല, എല്ലാ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ TDS പിടിച്ചിട്ട് വേണം കൊടുക്കാൻ എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പൊ നമുക്കറിയാം, പ്രവാസി ഇന്ത്യക്കാർക്ക് സംബന്ധിച്ച് നമുക്ക് നികുതി നിരക്കുകൾ, TDSന്റെ നികുതി നിരക്ക് സാധാരണഗതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവിഡന്റിൽ 20%, സർചാർജും എഡ്യൂക്കേഷൻ സെസ്സുമാണ്. അത് നമുക്കറിയാം. ക്യാപിറ്റൽ ഗെയിൻസ് ആണെന്നുണ്ടെങ്കിൽ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആണെന്നുണ്ടെങ്കിൽ 10% നിരക്ക് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത ഇതിലൊന്നും വരാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ 30% ടാക്സുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പുറമെ സർക്കാർക്കും. അപ്പം KSFE സംബന്ധിച്ച് നിങ്ങൾക്ക് തരുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് ഈ 20% TDS കിഴിച്ചിട്ടുള്ള തുകയായിരിക്കും. 100 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരണമെന്നുണ്ടെങ്കിൽ 20% TDS കിഴിയും. അതിന്റെ പുറമെ അതിന്റെ സർചാർജും സെസ്സും കൂടെ വരുമ്പോൾ 22.88% കിഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ ആയിരിക്കും. ആ കിഴിക്കുന്ന തുക നിങ്ങളുടെ പേരിൽ നികുതി അടച്ചതായിട്ട് KSFE റിട്ടേൺ ഫയൽ. KSFE അങ്ങനെ TDSന്റെ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിൽ ഈ 22.88 പൈസ നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് യാതൊരു നഷ്ടവുമില്ല. TDS കഴിച്ചിട്ടുള്ള പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു, TDS നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വന്നു. അപ്പം നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അകത്തൊരു യാതൊരു തരത്തിലുള്ള നഷ്ടമില്ലാതെ നിങ്ങൾ അടയ്ക്കാനുള്ള നികുതി ബാധ്യതയിൽ നിന്ന് ഈ TDS തട്ടിക്കിഴിക്കും. നിങ്ങൾക്ക് നികുതി ബാധ്യതയൊന്നും ഇല്ല എങ്കിൽ ഈ TDS മുഴുവനായിട്ട് റീഫണ്ട് ക്ലെയിം ചെയ്യാം. റീഫണ്ട് ക്ലെയിം ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 6% നിങ്ങൾക്ക് പലിശയും തരുന്നതാണ്. പിന്നെ ഈ TDS നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങൾക്ക് ടാക്സ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഉള്ളവരെ സംബന്ധിച്ച് ടാക്സ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം. ടാക്സ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ 26 AS എന്ന് പറയുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് TDS അഡ്വാൻസ് ടാക്സിന്റെ നിങ്ങൾ അടച്ചിരിക്കുന്ന നികുതിയുടെ നിങ്ങൾ നടത്തിയിരിക്കുന്ന വലിയ ട്രാൻസാക്ഷന്റെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും നികുതി വിധേയമായിട്ടുള്ള വലിയ ഏതെങ്കിലും ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ സ്ഥലം വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യും. അപ്പം ഇത് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. പലരെ സംബന്ധിച്ചും ഉള്ള ഒരു സംശയമാണ് ഞങ്ങൾ NRI ആണ്, NRIകളെ സംബന്ധിച്ച് പാൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമുക്കറിയാം, റെസിഡൻസിനേക്കാൾ കൂടുതൽ നോൺ റെസിഡൻസിന് ടാക്സ് റേറ്റ് ഉണ്ട്. റെസിഡന്റിനെ സംബന്ധിച്ച് 5000 രൂപ വരെ നമുക്ക് ടാക്സ് പിടിക്കത്തില്ല. 10% അവർക്കുള്ള നികുതി നിരക്ക്. എന്നാൽ അത് NRIസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടല്ല, ഡെപ്പോസിറ്റിന്റെ ഇൻവെസ്റ്റിന് 30% നമുക്ക് TDS പിടിക്കുന്നത്. പ്ലസ് ആ 30%ന്റെ 4% സെസ്സും പിടിക്കും. അങ്ങനെ 31.2% ഇൻട്രസ്റ്റ് TDS പിടിച്ചിട്ട് ബാക്കിയുള്ള തുകയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റിന്റെ പലിശയുടെ വിധമായിട്ട് കിട്ടുന്നത്. ബാക്കി 31.2% പിടിച്ച തുക നിങ്ങളുടെ ടാക്സ് അക്കൗണ്ട് റിഫ്ലക്ട് ചെയ്യും. TDS കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലും. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഉണ്ടാകണം. പാൻ ആണ് നിങ്ങളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള നിങ്ങളുടെ ഐഡന്റിറ്റി. അപ്പം ഇൻകം ടാക്സ് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാൻ വേണം. അപ്പം പലരും ചോദിക്കാറുണ്ട്, NRIയെ സംബന്ധിച്ച് പാൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നികുതി സംബന്ധമായ എന്തെങ്കിലും ഇടപാടുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ പാൻ വേണം. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഇടപാടുള്ളവരെ സംബന്ധിച്ച് പാൻ എടുത്തേ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് അറിയുന്നുണ്ട്. പാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഒരു ബാധ്യതകളും വരുന്നില്ല. ഒരു പൊതുവിലുള്ള ഒരു തെറ്റിദ്ധാരണ, പാൻ എടുത്താൽ ഞങ്ങൾ എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്.
നിങ്ങൾക്ക് നികുതി വിധേയമായിട്ടുള്ള വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടുള്ളൂ. പാൻ എടുത്തതിന്റെ പേരിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ബാധ്യതയില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് പാൻ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും സംഭവിക്കാനില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ KSFE ആയിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാൻ അപ്ലൈ ചെയ്യുക. പാൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പാൻ വരും. പാനിന്റെ നിങ്ങൾക്ക് പാൻ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ് കോപ്പി കിട്ടും. അല്ല ഈ പാൻ കാർഡ് മതിയെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പാൻ ആയി കഴിയുമ്പോൾ അത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലേക്ക് നിങ്ങൾക്ക് ഈ പാനിന്റെ ഇൻഫർമേഷൻ വരും, പാൻ നമ്പർ എത്രയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ പാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനോ, ഈ KSFE പിടിച്ച TDS നിങ്ങളുടെ ടാക്സ് അക്കൗണ്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. പാൻ ആണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള. അപ്പം റിട്ടേൺ ഫയൽ ചെയ്യുക. നമുക്കറിയാം ഇപ്പൊ ഇലക്ട്രോണിക് ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ടാക്സ് യൂട്ടിലിറ്റി ഉണ്ട്, അതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ള ചാർട്ടേഡ് അക്കൗണ്ടിനെ സമീപിക്കാവുന്നതാണ്. അവരുടെ സഹായത്തോടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ഈ ഓപ്പറേഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവരെ സംബന്ധിച്ച്. അപ്പൊ നമുക്ക് ഈ കേരളം മൊത്തം എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ ഗ്രാമത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റിയിലും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. അപ്പൊ അവരുടെ സഹായം തേടാം. അങ്ങനെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടാക്സ് റീഫണ്ട് കിട്ടണമെന്നുള്ള വിചാരിച്ചാൽ അത് പറ്റില്ല. അപ്പം റിട്ടേൺ ഫയൽ ചെയ്ത് നിങ്ങൾ റീഫണ്ട് ക്ലെയിം ചെയ്തിരിക്കണം. നിങ്ങളുടെ 26 ഇയേഴ്സിലെ റീഫണ്ട് ടാക്സ് ക്രെഡിറ്റ് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നത്. റീഫണ്ട് കിട്ടുന്ന അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചിരിക്കണം. ആദായ നികുതി റിട്ടേൺ സാധാരണഗതിയിൽ നിങ്ങൾ സംബന്ധിച്ച് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അപ്പം ഇവിടെ മറ്റ് സംരംഭങ്ങളും ഓഡിറ്റും അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് ജൂലൈ 31. ഓഡിറ്റുള്ള നികുതിദായരെ സംബന്ധിച്ച് മാത്രമാണ് ഒക്ടോബർ 31 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പം ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്യില്ലെങ്കിൽ അതിന് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പെനാൽറ്റി കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും നികുതി അടയ്ക്കാനുണ്ടെങ്കിൽ അതിന് പിഴപ്പലിശ കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ജൂലൈ 31 മുമ്പായിട്ട് ഏപ്രിൽ 1 മുതൽ ജൂലൈ 31 വരെയുള്ള വിൻഡോയിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഫയൽ ചെയ്ത് റീഫണ്ട് ക്ലെയിം ചെയ്യുക. റീഫണ്ട് ക്ലെയിം ചെയ്താൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറും പാനും ആയിട്ട് ലിങ്ക് ചെയ്ത് വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേണും നിങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ടാണ് പ്രോസസ് ചെയ്യുന്നത്. റിട്ടേൺ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ടാക്സ് റീഫണ്ട് വരും. നിങ്ങൾ പോലും അറിയത്തില്ല. ടാക്സ് റീഫണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ നിങ്ങളുടെ ഇമെയിലേക്ക് വരും, ഇങ്ങനെ ഇത് പ്രോസസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ റീഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പാനും ആധാറും. അതുപോലെ തന്നെ ആധാർ എടുക്കണോ വേണ്ടോ എന്നുള്ള ആണ്. ആധാർ ലിങ്ക് ചെയ്താൽ മാത്രമേ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് പാൻ ഉള്ളതുകൊണ്ട് മാത്രം പറ്റത്തില്ല. അതുകൊണ്ട് പ്രവാസികൾക്ക് ഇപ്പൊ പാൻ എടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാൻ എടുക്കുക, അല്ല ആധാർ എടുക്കുക. ആധാറും പാനുമായിട്ട് സിസ്റ്റത്തിൽ കൂടെ നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. അത് ലിങ്ക് ചെയ്യാൻ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചു നോക്കാൻ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണോ അവിടെ ബാങ്കുകാർ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ആധാർ പാനുമായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്യും. അത് നിർബന്ധമായിട്ട് വാലിഡേറ്റ് ചെയ്തിരിക്കണം. വാലിഡേറ്റ് ചെയ്യാത്ത അക്കൗണ്ട് ആണെങ്കിൽ സിസ്റ്റം റീഫണ്ട് പ്രോസസ് ചെയ്ത് അത് മടങ്ങിപ്പോകും. മടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ ഇത് ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റീഫണ്ടിന് ഓൺലൈനായിട്ട് തന്നെ അവിടെ എനേബിൾ ചെയ്യാൻ പറ്റും റീഫണ്ട് റിവാലിഡേഷൻ. അപ്പം അങ്ങനെ റീഫണ്ട് റിവാലിഡേഷൻ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ്. പിന്നെ അപ്പൊ നമുക്ക് അറിയാം, ഞാൻ പറഞ്ഞ പോലെ ഈ TDS കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണോ? ഒന്ന്, നിങ്ങളുടെ ടാക്സ് ബേർഡൻ കുറയുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നുള്ള നികുതി TDS ആയിട്ട് പോകുന്നു. അപ്പൊ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ബാധ്യതയില്ലാതെ വരുന്നു.
അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ടാക്സ് നികുതി ബാധ്യതയായിട്ട് ഈ TDS ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ അടയ്ക്കേണ്ടതുള്ളൂ. പിന്നെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിഴപ്പലിശ അടയ്ക്കേണ്ടതില്ല. അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ നിയമം അനുസരിച്ച് ജൂൺ 15, സെപ്റ്റംബർ 15, ഡിസംബർ 15, മാർച്ച് 15 ഈ തീയതികളിൽ നിങ്ങളുടെ നികുതി ബാധ്യതയുടെ നിശ്ചിത ശതമാനം അടച്ചിരിക്കണം. മാർച്ച് 15 നിങ്ങളുടെ നികുതി ബാധ്യതയുടെ 100% അടച്ചിരിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മാർച്ച് 31 കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് പിഴപ്പലിശ 24% പ്രതിവർഷ പലിശ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൽ കുറവേ നിങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് കിട്ടുള്ളൂ. അപ്പം പിഴപ്പലിശ വരാതെ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള തീയതി ഈ അഡ്വാൻസ് ടാക്സ് ആയിട്ടോ അല്ലെങ്കിൽ TDS ആയിട്ടോ മുൻകൂർ അടച്ചെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുപോലെ TDS പിടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് KSFE നിങ്ങൾക്ക് TDS സർട്ടിഫിക്കറ്റ് അയച്ചു തരും. ഇനി TDS സർട്ടിഫിക്കറ്റ് ഇല്ലേ പോലും നിങ്ങളുടെ 26 years TDS റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. TDS ഇപ്പൊ നമുക്കറിയാം പഴയ പോലെ നമ്മൾ TDS സർട്ടിഫിക്കറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ 26 years റിഫ്ലക്ട് ചെയ്തിരിക്കണം. അത് എപ്പോഴാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? TDS പിടിച്ചോടെ TDS റിട്ടേൺ ഫയൽ നിങ്ങളുടെ പാനിന്റെ കീഴിൽ അടിച്ചു കൊടുത്ത് അത് ഫയൽ ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ടാക്സ് ക്രെഡിറ്റ് വരും. അതുകൊണ്ട് TDS നിങ്ങളുടെ അക്കൗണ്ടിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് 26 years വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഏതെങ്കിലും കാരണവശാല് അത് റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ KSFEയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. അവർക്കൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അങ്ങനെ സാധാരണ സംഭവിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും കാരണവശാലും റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ പാൻ അടിച്ചതിൽ എന്തെങ്കിലും തെറ്റ് അങ്ങനെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് KSFEക്ക് TDS റിട്ടേൺ എപ്പോൾ വേണമെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ TDS പ്രീപെയ്ഡ് ടാക്സ് ആയിട്ട് ആണ് കണക്കാക്കുന്നത്. മുൻകൂർ അടച്ച നികുതിയായിട്ട് കണക്കാക്കും. നിങ്ങൾക്ക് നികുതി ബാധ്യത ഇല്ലെങ്കിൽ റീഫണ്ട് കിട്ടുമ്പോൾ പ്രതിവർഷം 6% പലിശ അടച്ച നികുതിക്ക് കിട്ടുന്നതായിരിക്കും. TDS is adjusted to the extent of tax liability. എന്നിട്ട് ബാലൻസ് ആണ് നമുക്ക് തരേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു ക്ലെയിം TDS refund, one has to file the income tax return by the due date or with the extended due date. അപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിശ്ചിത തീയതികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണാം ആ ചില തീയതി ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഡിസംബർ 31 കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അനുവാദമില്ല. പിന്നെ അനുവാദം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നികുതി അടയ്ക്കാൻ ഉണ്ടായിരിക്കണം. നികുതി അടയ്ക്കാനുള്ളത് അത് കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഡ്യൂ ഡേറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യം കാണിച്ചിരിക്കണം. അതിന് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിങ്ങളുടെ അറിവിലുള്ള ആൾക്കാരെ ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ ഇപ്പൊ ടാക്സ് പോർട്ടലിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ പലതും തന്നെത്താൻ സമയമുള്ളവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ठीक है. അതുകൊണ്ട് TDS ഓട്ടോമാറ്റിക് ആയിട്ട് KSFE TDS പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നികുതി വകുപ്പിൽ നിന്ന് റീഫണ്ട് കിട്ടുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ടാക്സ് ഫയലിംഗിന്റെ ഡ്യൂ ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇൻഡിവിജ്വൽസ് ഓഡിറ്റ് ഇല്ലാത്തവരെ നിങ്ങൾക്ക് ആർക്കും തന്നെ ഓഡിറ്റ് ഇവിടെ ബിസിനസ് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഓഡിറ്റിന്റെ ആവശ്യം വരുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ജൂലൈ 31 നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ്. അപ്പം നിങ്ങൾക്ക് നികുതി ബാധ്യത ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് കിട്ടണം. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ പാൻ ഉള്ളതുകൊണ്ട് മാത്രം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾ ITR 1 ആണ് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് അത് റെസിഡന്റ് ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചാണ്. നിങ്ങളെ സംബന്ധിച്ച് ITR 2 ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ട ഫോം. ഇൻഡിവിജ്വൽസ് നോട്ട് ഹാവിംഗ് ബിസിനസ് ഇൻകം, നിങ്ങൾക്ക് വ്യാപാരത്തിൽ നിന്ന് ലാഭമില്ലെങ്കിൽ നിങ്ങൾ ITR 2 നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ ITR 3 ഇൻഡിവിജ്വൽ ഹാവിംഗ് ബിസിനസ് ഇൻകം, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ബിസിനസ് സംരംഭത്തിൽ നിന്ന് നിങ്ങൾ അവിടെ സൈലന്റ് പാർട്ണറായിട്ട് നിങ്ങൾക്ക് സാലറിയോ ഇൻട്രസ്റ്റോ വീതമോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 3 ഉണ്ടാകണം. ഈ പ്രസന്റ് ടാക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ചില നിങ്ങൾക്ക് വ്യാപാരം ഉണ്ട് 2 കോടി രൂപ താഴെയാണ് നിങ്ങൾ ടേൺ ഓവർ എങ്കിൽ
ടേൺ ഓവറിന്റെ 6% അല്ലെങ്കിൽ 8% ലാഭമായിട്ട് കണക്കാക്കി നിങ്ങൾക്ക് നികുതി അടയ്ക്കാനുള്ള ഓപ്ഷനാണ് ഈ പ്രിസംപ്റ്റീവ് ടാക്സ്. അതും ബിസിനസ്സുകാരെ സംബന്ധിച്ച് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് ആപ്ലിക്കബിൾ ആയിരിക്കാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു റിട്ടേൺ വൈകിയാൽ നിങ്ങൾ പിഴ പലിശ അടയ്ക്കണം. നിങ്ങൾക്ക് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഡിസംബർ 31 വരെ ഫയൽ ചെയ്യുന്ന റിട്ടേൺ, അതായത് ജൂലൈ 31 നിങ്ങളുടെ നോർമൽ ഡ്യൂ ഡേറ്റ്. ജൂലൈ 31 മുതൽ 31 ശേഷം, അതായത് ഓഗസ്റ്റ് 1 മുതൽ ഡിസംബർ 31 വരെ നിങ്ങൾ ആ കാലയളവിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ടാക്സിന് പുറമെ 5000 രൂപ നിങ്ങൾ പിഴയായിട്ട് ലേറ്റ് ഫയലിംഗ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടാക്സ് പേ ചെയ്യാനുണ്ടെങ്കിൽ ആ ടാക്സ് പേയ്മെന്റ് 47% പ്രതിവർഷം പലിശ വരും. 234A, ബിക്കോസ് നിങ്ങൾ ജൂലൈ 31 നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്തിരുന്നത്. ജൂലൈ 31 വരുന്ന കാലയളവിൽ 234A 2% പ്രതിമാസം പലിശ വരും. അതുപോലെ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള നികുതി വൈകിയതിന് 234B 2% പലിശ വരും. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 24%. പിന്നെ നിങ്ങൾ അഡ്വാൻസ് ആയി അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ ചുരുക്കത്തില് വൈകിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 25% പലിശ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ഹിതകരമല്ല. അതുകൊണ്ട് TDS പിടിച്ചിട്ട് ബാക്കി അടയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. അല്ലാത്തവരെ സംബന്ധിച്ച് ഡ്യൂ ഡേറ്റ് ആവുമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ബ്രോഡായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വറി അയക്കാം. ഇപ്പൊ ഓൺലൈനിലായിട്ട് ആ ക്വറിയിൽ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ സംസാരിച്ചതിൽ നിന്ന് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ കവർ ചെയ്യാം. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടുത്ത പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയത്, ഈ നിങ്ങളുടെ പലിശയിൽ നിന്ന് TDS ഒഴിവാക്കാൻ വേണ്ടി 15G-യും 15H-ഉം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം അവർക്ക് നികുതി വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ, നികുതി വരുമാനം ഇല്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ ആണ് ശരിക്കും 15G-യും 15H-ഉം. അത് തദ്ദേശീയർക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളെപ്പോലുള്ള നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് അത് 15G 15H-ഉം ഫയൽ ചെയ്യാനുള്ള അനുവാദമില്ല. അപ്പം തെറ്റായിട്ടാണെങ്കിൽ നിങ്ങൾ അത് ഫയൽ ചെയ്യരുത്. ബിക്കോസ് ആ ഡിക്ലറേഷൻ സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിൽ നിങ്ങൾക്ക് തെറ്റുവരുത്ത് ശിക്ഷാ നടപടികൾ എടുക്കാനുള്ള അധികാരം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുക. 15G-യും 15H-ഉം നിങ്ങൾക്ക് പറ്റിയല്ല. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോം 13 നിങ്ങൾക്ക് നിങ്ങളുടെ അസസിംഗ് ഓഫീസർക്ക് ഓൺലൈനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. നിങ്ങളുടെ വരുമാനത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ച്, മുൻകാലങ്ങളിലെ വരുമാനത്തിന്റെ ഡീറ്റെയിൽസ് കാണിച്ച്, എനിക്ക് നികുതി ബാധ്യതയില്ല, ഇപ്പൊ ഈ KSFE-യുടെ ഇൻട്രസ്റ്റ് TDS പിടിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാം. 2 ലക്ഷം വരെ നിങ്ങൾക്കും നികുതി രഹിത വരുമാനമാണ്. 2 ലക്ഷം വരെ ആർക്കും നികുതി കൊടുക്കേണ്ടതില്ല. അത് 60 വയസ്സ് കഴിഞ്ഞ് സീനിയർ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ 80 വയസ്സ് താഴെയുള്ളവർക്ക് 3 ലക്ഷം രൂപയും, 80 വയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് 5 ലക്ഷം രൂപ വരെ വരുമാനത്തിന് നികുതിയേ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടുന്ന, നിങ്ങൾക്ക് KSFE മാത്രമേ പലിശയുള്ളൂ. മൊത്തത്തിൽ കിട്ടുന്ന പലിശ 2 ലക്ഷം രൂപ താഴെയാണ്. 2 ലക്ഷം രൂപ താഴെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം 13 ഒരു അപേക്ഷ നിങ്ങളുടെ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് ഓഫീസർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേരെ അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ അങ്ങേർക്ക് നോൺ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് വരാൻ പറ്റും. ആ നോൺ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ KSFE-യിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവര് TDS പിടിക്കത്തില്ല. പിന്നെ ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു പുതിയ നടപടിക്രമമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം ആയിരിക്കും പലരും TDS റിട്ടേൺ ഫയൽ ചെയ്ത് നിങ്ങളുടെ 26 ഡേയ്സിൽ ക്രെഡിറ്റ് വരുന്നത്. അങ്ങനെ ക്രെഡിറ്റ് വരുന്ന കേസിൽ നിങ്ങൾക്ക് പിന്നീട് റിട്ടേൺ ഓൾറെഡി ഫയൽ ചെയ്ത് പോവുകയും ചെയ്തു, നിങ്ങൾക്ക് റിട്ടേൺ ഇനി കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒരു ഫോം 71 ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 1, 2023 മുതൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഫോം 71. നിങ്ങളുടെ സാമ്പത്തിക വർഷം അവസാനിച്ച് പിന്നെ നിങ്ങൾക്ക് 2 വർഷം കൂടെ ഇത് ഫയൽ ചെയ്യാനുള്ള
സാവകാശമുണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ 26 yearsൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ വരാഞ്ഞ ഏതെങ്കിലും ടാക്സ് ക്രെഡിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോം 17 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ കൂടെ റീഫണ്ട് ആയിട്ട് കിട്ടാൻ. അപ്പൊ നിങ്ങൾ റിട്ടേൺ റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. റിട്ടേൺ റിവൈസ് ചെയ്യണമെങ്കിലും ഞാൻ പറഞ്ഞു, റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ സാമ്പത്തിക വർഷം അവസാനിച്ച് December 31 വരെ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ ഫോം 71 ഫയൽ ചെയ്യാനുള്ള ഒരു അനുവാദം 2021 October 1 മുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾക്ക് TDSന്റെ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പാൻ നിർബന്ധമാണോ? തീർച്ചയായിട്ടും നിർബന്ധമാണ്. ഞാൻ പറഞ്ഞു, ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഐഡന്റിറ്റിയാണ് പാൻ. ആ പാൻ ഇല്ലാതെ ഓൺലൈനിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പാൻ ആണ് നിങ്ങളുടെ ഐഡന്റിറ്റി. അതുകൊണ്ട് പാൻ നിർബന്ധമായിട്ടും റീഫണ്ട് മാത്രമല്ല എന്തെങ്കിലും നടപടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും പാൻ ഉണ്ടായിരിക്കണം. നമുക്ക് ഓൺലൈനിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഫൈസൽ സറാഫുദ്ദീൻ ചോദിക്കുന്ന, പ്രവാസികൾ എങ്ങനെ ഇതിന്റെയൊക്കെ പുറകെ നടക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഫൈസൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതിനാണ് ഞങ്ങളെപ്പോലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ സേവനം. നിങ്ങളെപ്പോലെ സമയമില്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഇത് അതിന് വലിയ ചാർജസ് ഒന്നും വലിയ ആരും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ചാർജ് ചെയ്യുന്നതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ നിങ്ങൾക്കറിയാം, ഡിപ്പെൻഡിങ് അപ്പോൺ ചാർട്ടേഡ് അക്കൗണ്ടന്റ് 2000 മുതൽ 5000 രൂപ വരെ ചാർജ് ചെയ്യുന്നവരെ കണ്ടേക്കാം. അപ്പം അവര് നിങ്ങളുടെ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി നിങ്ങളെ ടാക്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് റീഫണ്ട് വാങ്ങിച്ചു തരും. അപ്പം അതിന്റെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ TDS ഒരിക്കൽ ചെയ്താൽ എല്ലാ വർഷവും ചെയ്യണമെന്നുണ്ടോ? അത് ചോദിച്ചിരിക്കുന്ന സതീഷാണ്, സതീഷ് കരിയ. സതീഷ്, TDS നിങ്ങൾക്ക് ഒരിക്കൽ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് അടുത്ത പ്രാവശ്യം TDS ചെയ്യണമെന്നില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ KSFന്റെ ഡെപ്പോസിറ്റ് നടത്തി എല്ലാ വർഷവും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു TDS പിടിക്കുള്ളൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ TDS പിടിക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ത്രഷോൾഡ് ലിമിറ്റ് ഒന്നുമില്ല. നമുക്കറിയാം, തദ്ദേശീയരെ സംബന്ധിച്ച് 5000 രൂപ വരെ അവർ TDS പിടിക്കത്തില്ല. പക്ഷെ വിദേശ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആദായ നികുതി നിയമം അനുസരിച്ച് ത്രഷോൾഡ് ലിമിറ്റ് ഒന്നുമില്ല. അതായത് 5000 രൂപയുടെ ആനുകൂല്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ 2000 രൂപ തന്നാൽ ആ 2000 രൂപയ്ക്ക് TDS പിടിച്ചിട്ട് മാത്രമേ KSFക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരാൻ അനുവാദമുള്ളൂ. അത് നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റും വരും. പിന്നെ വിഷ്ണു സുരേഷ് ചോദിച്ചിരിക്കുന്ന, വൈ ഈസ് TDS ചാർജ്ഡ്? ഞാൻ പറഞ്ഞില്ലേ, TDSന്റെ ഒരു പ്രധാന കാരണം നിങ്ങളെ നികുതി ബാധ്യതയുള്ളവരെ ആദായ നികുതി വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. TDS പിടിച്ചു കഴിയുമ്പോൾ TDS പിടിക്കുന്നവരുടെ ആദായ നികുതി ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാവും, നിങ്ങൾക്ക് ഈ വർഷത്തെ ഉദാഹരണം നിങ്ങൾക്ക് 3 ലക്ഷം രൂപ KSFയിൽ നിന്ന് പലിശ വരുമാനം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 3 ലക്ഷം രൂപ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെ എക്സംഷൻ ഉള്ളൂ. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇപ്പൊ പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തോടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പാന ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയോ എന്ന് ചോദിച്ചുള്ള മെയിലുകൾ നിങ്ങൾക്ക് പലപ്പോഴും വന്നിട്ടുണ്ടാവാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളുടെ നികുതി ബാധ്യത കുറയ്ക്കുക. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ TDS പിടിച്ചിട്ടില്ലെങ്കിൽ അതിന് പലിശ അടയ്ക്കണം, പിന്നെ ഈ നികുതി എല്ലാം ഒന്നിച്ചടയ്ക്കണം. ആ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഗവൺമെന്റിന് അനുദിന ചെലവ് നടത്തിക്കൊണ്ട് പോകാൻ മുൻകൂറായിട്ട് നികുതി കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, 80% TDSും അഡ്വാൻസ് ടാക്സും ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ പൈസ പ്രതിമാസം ഇങ്ങനെ കുറേശ്ശെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തു വെച്ചിരിക്കുന്നത്. മീത ബിനു ചോദിക്കുന്നു, കഴിഞ്ഞ വർഷം ഞാൻ റിട്ടേൺ ഫയൽ ചെയ്ത് ക്ലെയിം സബ്മിറ്റ് ചെയ്തു, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ റിട്ടേൺ പ്രോസസ്സിംഗ് വളരെ ഫാസ്റ്റ് ആണ്.
എന്റെ ചില കക്ഷികൾക്ക് റിട്ടേൺ ഫയൽ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ റീഫണ്ട് കിട്ടിയ കേസുകളുണ്ട്. അപ്പം അത് ആൽഫബറ്റിക്കാരിലും പല മാനദണ്ഡങ്ങളിലാണ് അത് പ്രോസസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടേണ്ട സമയമായി. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ റിട്ടേണിന്റെ പ്രോസസ്സിംഗിന്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിൽ പോയി അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ടർ അക്കൗണ്ടിനോട് പറഞ്ഞാൽ മതി. അപ്പം റീഫണ്ട് ആയോ, റീഫണ്ട് എങ്ങാനും ചിലപ്പോൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറും പാനുമായിട്ട് ലിങ്ക് ചെയ്ത് വാലിഡേറ്റ് ചെയ്തിട്ട് റീഫണ്ട് മടങ്ങിപ്പോകും. റീഫണ്ട് മടങ്ങിയിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ സൈറ്റിൽ നിന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ റിട്ടേൺ പ്രോസസ് ITR എന്നുള്ള. അപ്പം അത് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമയമുള്ളവരെ സംബന്ധിച്ച് ഇൻസ്ട്രക്ഷൻസ് വായിച്ച് മനസ്സിലാക്കി ഗൈഡഡ് ടൂർ പോലുണ്ട്. പിന്നെ എനിക്ക് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോകളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാവുന്നേ ഉള്ളൂ. അല്ല പിന്നത്തെ അടുത്ത ബാച്ച്. വസീം ഖാൻ ചോദിക്കുന്നത് വൺസ് ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ കറണ്ട് ഇയർ ITR രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഓരോ വർഷത്തെയും റിട്ടേൺ ഫയൽ ചെയ്യാൻ ആ സാമ്പത്തിക വർഷം അവസാനിച്ചതിന് ശേഷം പറ്റുള്ളൂ. നമുക്കറിയാം, ഇപ്പം നമുക്ക് 2023-24 സാമ്പത്തിക വർഷം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 31-ന് ശേഷം സാമ്പത്തിക വർഷം അവസാനിച്ചതിന് ശേഷമാണ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടാണ് ഈ ITRന്റെ യൂട്ടിലിറ്റി സൈറ്റിൽ വരാറുള്ളൂ. സാധാരണ പലപ്പോഴും മെയ് മാസത്തിലൊക്കെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏപ്രിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇൻകം ടാക്സിന്റെ സൈറ്റിൽ നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതിന്റെ ഓൺലൈൻ യൂട്ടിലിറ്റി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഒരു അനുഭവത്തിൽ പലപ്പോഴും അത് മെയ് മാസത്തിലും ജൂണിലും ഒക്കെയാണ് വരാറുള്ളത്, മെയ്യിലൊക്കെയാണ് വരുന്നത്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ എപ്പോൾ യൂട്ടിലിറ്റി വന്നോ അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. ശ്രീകാന്ത് ചോദിക്കുന്നത് 26 AS ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? 26 AS എപ്പോഴും അവിടെ ഉണ്ടാവും. 26 AS ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ റിഫ്ലക്ട് ചെയ്യും. അല്ലാത്തടത്തോളം അത് ബ്ലാങ്ക് ആയിരിക്കും. ഇതാ അതിൻ്റെ അകത്തുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ 26 AS നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് 26 AS നിങ്ങൾക്ക് കയറി നോക്കാം. കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം കാണാൻ പറ്റും. ഈ 26 ASനോട് ചേർന്ന് തന്നെ AS എന്നുള്ള ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഒരു യൂട്ടിലിറ്റി ലിങ്ക് കൂടെ ഉണ്ട്. ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കൂടെ നിങ്ങൾ എടുത്തു നോക്കണം. അപ്പൊ നിങ്ങൾ വസ്തു വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുക, അല്ലെ വലിയ ക്യാഷ് ഡെപ്പോസിറ്റ് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നടത്തിയിട്ടുണ്ടാവുക, അങ്ങനെ നികുതി വകുപ്പ് നിർദ്ദേശിക്കുന്ന ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ASൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ ഈ ഇൻകം ടാക്സ് ആദായ നികുതി വകുപ്പ് വളരെ പ്രൊയാക്റ്റീവ് ആണ്. പണ്ട് ഈ ഇൻഫർമേഷൻ ഒക്കെ മൂടി വെച്ചിട്ട് നിങ്ങളുടെ റിട്ടേൺ ഫയൽ കഴിയുമ്പോൾ അവർ നോട്ടീസ് അയച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടല്ലോ, അല്ല നിങ്ങളൊരു കാർ വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട് അതിന്റെ സോഴ്സ് എങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെയല്ല.
ഇത് നിങ്ങളുടെ ഏതെല്ലാം അക്കൗണ്ടിൽ നിന്ന് TDS പിടിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ബാങ്കിൽ TDS പിടിച്ചിട്ടുണ്ടോ, അതെല്ലാം നിങ്ങളുടെ ഈ 26 ASലും AASലും റിഫ്ലക്ട് ചെയ്യും. അപ്പൊ AASല് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് റിഫ്ലക്ട് ചെയ്യും. നിങ്ങളെ സംബന്ധിക്കുന്ന ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും അതിനകത്ത് വന്നിട്ടുണ്ടോ, അതിന് നികുതി ബാധ്യതയുണ്ടോ, അത് ഞാൻ നിങ്ങളുടെ റിട്ടേൺ കാണിക്കേണ്ടതുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇനി AASന് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ റെക്ടിഫിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. വർഗീസ് മാത്യു ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു ജൂലൈ 31 റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. എല്ലാ സാമ്പത്തിക വർഷത്തിന്റെയും, ഇപ്പൊ നമുക്ക് ഈ നടപ്പ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് 2023-24 മാർച്ച് 31 2024 അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ് ജൂലൈ 31 2024. അത് എല്ലാ സാമ്പത്തിക വർഷവും അങ്ങനെയാണ്. ഇപ്പൊ ഇത് മാറ്റാത്തിടത്തോളം കാലം, മുൻകാലങ്ങളിലും അങ്ങനെയായിരുന്നു. അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ടാക്സ് ഫയലിംഗ് സൈറ്റിനെ പറ്റി പറയാൻ പറഞ്ഞു വർഗീസ് മാത്യു. ഇൻകം ടാക്സ് ഇന്ത്യ ഇന്നിലാണ് നിങ്ങൾ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഫയലിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇന്ത്യ.org സൈറ്റിൽ പോയിട്ട് ഇ ഫയലിംഗ് ഓപ്ഷൻ എടുത്താലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ ഗെറ്റ് ഫോം 13. ഫോം 13 നിങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കിട്ടും, അല്ലെ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ട്രേസസിന്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ ട്രേസസിന്റെ സൈറ്റിൽ നിന്ന് കിട്ടും 13. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആദായ ഇൻകം ടാക്സ് റൂൾസ് ഉണ്ട്, റൂൾസ് നിങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കിട്ടും. അതിൻ്റെ അകത്ത് ഫോം എല്ലാ ഫോമുകളും ഉണ്ട്. ഫോം അവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോം 13 എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കാം. ജിതിൻ ജോസ് ചോദിക്കുന്നു, വേറെ ഐ സബ്മിറ്റ് TDS ഡിക്ലറേഷൻ. ഞാൻ പറഞ്ഞല്ലോ 15Gയും 15Hഉം പ്രവാസികളെ സംബന്ധിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് റെസിഡൻസിന് മാത്രമേ പറ്റുള്ളൂ, ഇന്ത്യയിലുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ TDS ഡിക്ലറേഷൻ നിങ്ങൾ കൊടുക്കേണ്ട, നിങ്ങളുടെ ഇന്ന് TDS പിടിച്ചിട്ടുണ്ട്, അത് അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം KSFE-ക്കാണ്. സാജൻ തോമസ് ചോദിക്കുന്നു, ക്യാൻ യു ഷോ ഇൻ സ്ക്രീൻ ഹൗ ടു അപ്ലൈ TDC ഇൻ ഓൺലൈൻ. TDS എന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് സാജൻ തോമസിന്റെ ചോദ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സാജൻ തോമസ് ഒന്നുകൂടെ ആ ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. സുബിൻ ചോദിക്കുന്നു, പലിശയുടെ TDS അല്ലാതെ നമ്മൾ ചിട്ടി കിട്ടുന്ന തുകയ്ക്ക് ടാക്സ് വേറെ അടയ്ക്കണം. ചിട്ടി കിട്ടുന്ന തുകയ്ക്ക് സാധാരണഗതിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അതിന് വേറെ നിങ്ങൾ നികുതി ബാധ്യത വരില്ല. ഇൻകം ടാക്സ് സൈറ്റ് ഡീറ്റെയിൽസ് ഇൻകം ടാക്സിന്റെ വേണം നമുക്ക് ഇതിൽ വേണമെന്ന് കാണിക്കാം, ഒന്ന് അടിച്ചു കൊടുത്തിട്ടെ. ഇൻകം ടാക്സ് സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞില്ലേ, പ്രിയ സുജിത്ത് ചോദിക്കുന്നു ഇൻകം ടാക്സ് സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം. TDS ഏത് ഫോം ആണെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ TDS നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, TDS ഫയൽ ചെയ്യേണ്ടത് TDS പിടിച്ചവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ KSFE ആണ് പിടിക്കുന്നതെങ്കിൽ KSFEയുടെ ഉത്തരവാദിത്തമാണ് TDS റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. KSFE TDS റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് റിഫ്ലക്ട് ചെയ്യും. ഫൈസൽ സറാഫുദ്ദീൻ, ഇത് ഞാൻ നിങ്ങൾ പലരും ചോദിച്ചോണ്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. ഇത് ഇൻകം ടാക്സ്, ഇത് നിങ്ങൾ ഈ ഫയലിംഗ് പോർട്ടലിൽ ചുമ്മാ ഗൂഗിളിൽ അടിച്ചാൽ മതി. അപ്പൊ ഇത് ഇൻകം ടാക്സ് ഈ പോർട്ടൽ എന്ന് പറഞ്ഞ് വന്നു. ഈ ഫയലിംഗ് പോർട്ടലിലെ ഹോം പേജിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ പറയില്ല, നിങ്ങൾ ആദ്യം മുൻകൂർ രജിസ്റ്റർ ചെയ്യിക്കണം.
അപ്പൊ നിങ്ങളുടെ പാനും യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. ഒന്ന് കയറി ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ. ഞങ്ങൾ ഏതെങ്കിലും ഒരു ക്ലയന്റിന്റെ അക്കൗണ്ടിൽ കയറാം. നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കരുതേ, ബിക്കോസ് ക്ലയന്റ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇവിടെ ഇപ്പം നിങ്ങളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രം ഞാനൊരു യൂസർ ഐ ഡി വേണം എന്റെ അക്കൗണ്ടിൽ കയറിക്കും. പാൻ ഉണ്ട് എൻ്റെ കയ്യില്, പാൻ കിട്ടിയാൽ മതിയോ? അതെ, ഏതെങ്കിലും ഒരെണ്ണം നോക്കി, ഏതെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു സാലറി മറ്റേ ഇൻഡിവിജ്വൽ പ്ലാന്റെ കയറിയാണ്. ദീപു പെരിഞ്ചാത്തറ ചോദിക്കുന്നുണ്ട്, can I claim TDS return for deduction 2 years ago? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ പുതിയ ഫോം 17 വഴി മാത്രമേ നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ട് ഇനി നിങ്ങൾ ആദായ നികുതി വകുപ്പിൽ കണ്ടംനേഷൻ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ TDS ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് TDS ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതാണ്, ഇതിപ്പോ നിങ്ങളുടെ പാൻ നമ്പർ ആണ്. ഒരു പാൻ അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ കൺഫേം പാസ്വേഡ് അടിക്കണം. അതാ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡാണ്. അപ്പൊ ഇത് ആദ്യം രജിസ്റ്റർ ചെയ്യിക്കണം. നിങ്ങൾ പാസ്വേഡ് മറന്നുപോയാൽ നമുക്ക് സാധാരണ ഉള്ളത് തന്നെ ഫർഗെറ്റ് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതാണ് ജിഷയുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പൊ ജിഷയുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാൻ ഉണ്ട്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക്, അപ്പൊ ഇത് പല ഓപ്ഷൻസ് ഉണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് ആ അക്കൗണ്ട് വേണം അവിടെ കൊടുക്കാൻ. യുവർ അക്കൗണ്ട് ഈസ് നോട്ട് സെക്യൂർ അക്കൗണ്ട് ഉണ്ട്, ഇൻകം ടാക്സ് എസ്റ്റിമേറ്റർ ഇതെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഒന്ന് 26 years ഒന്ന് എടുക്കാം. ഇതാണ്, അതായത് നിങ്ങൾ ഒരു മിനിറ്റ് മോളിൽ പോവുക, ഡാഷ്ബോർഡ് ഉണ്ട്, ഈ ഫയല് ഇൻകം ടാക്സ് റിട്ടേൺസ്, ഇൻകം ടാക്സ് ഫോംസ്. ഒന്ന് ഇൻകം ടാക്സ് ഫോംസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴെ അതുണ്ട് ഫയൽ ഇൻകം ടാക്സ്, അതൊന്ന് എടുത്ത് വ്യൂ. അപ്പൊ അത് വേണ്ട, ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് കൊടുത്തേ, ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ. നിങ്ങൾ അവിടെ അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യാൻ പറയും. ഇത് കറണ്ട് ഇപ്പൊ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ 22, 23 സെലക്ട് ചെയ്തു. 23, 22, 23, 23 ഇപ്പൊ സെലക്ട് ചെയ്യണമെന്നുണ്ട്. അപ്ഡേറ്റ് റിട്ടേൺ, ഇപ്പൊ അപ്ഡേറ്റ് റിട്ടേൺ ആണ് ഫയൽ ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് റിട്ടേൺ അതായത് അസസ്മെന്റ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാമ്പത്തിക വർഷത്തിന്റെ ഒരു വർഷം മുന്നോട്ടായിരിക്കും ആദായ നികുതി വകുപ്പ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. 2022, 23 സാമ്പത്തിക വർഷം എന്ന് പറയുന്നതിന്റെ അസസ്മെന്റ് ഇയർ ആണ് 2023, 24. അപ്പൊ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന തീയതി 5000 രൂപ പിഴയോടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 1000 രൂപ പിഴയോടെ ചെയ്യേണ്ട അവസാന തീയതി ഡിസംബർ 31 ആയിരുന്നു. ഡിസംബർ 31 കഴിഞ്ഞു. ഡിസംബർ 31 ശേഷം ഇനി അപ്ഡേറ്റ് റിട്ടേണേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നികുതി ബാധ്യത ഉണ്ടായിരിക്കണം. നികുതി ബാധ്യത ഇല്ലാത്ത ആർക്കും അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് ആണ്, നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് നിങ്ങളുടെ TDS മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ ബാധ്യത ഒന്നും ഇല്ലെങ്കിൽ ഈ ഓപ്ഷൻ കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ അത്. ഇനി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് നിങ്ങൾ കണ്ടംനേഷൻ ആപ്ലിക്കേഷൻ വിച്ച് ഇസ് എ വെരി ലിറ്റിൽ ലോങ് ഡ്രോൺ ഔട്ട് പ്രോസസ്. അതുകൊണ്ട് ഡ്യൂ ഡേറ്റ് മിസ് ചെയ്യാൻ നോക്കുക. സെലക്ട് ITR ടൈപ്പ് അതൊന്ന് കൊടുത്തേ. നിങ്ങൾക്ക് ഞാൻ പറയാം ITR 1, 2, ITR 2 എടുക്കുക. ITR 2 നിങ്ങൾ അപ്പൊ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടാക്സ് ഓഡിറ്റ് ഉണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ഓഡിറ്റ് ഇല്ല. അപ്പൊ കണ്ടിന്യൂ. അപ്ഡേറ്റ് റിട്ടേൺ ആയതുകൊണ്ട് യൂട്ടിലിറ്റി കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. പോട്ടെ, നമുക്ക് കണ്ടിന്യൂ കൊടുത്തേ. കണ്ടോ,
ഇങ്ങനെ ഇത് അങ്ങനെ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഈ യൂട്ടിലിറ്റീസെ കൂടെ ഇങ്ങനെ ഫയൽ ചെയ്യാൻ പറ്റും. നമുക്കിനി ഗോ ബാക്ക്, ക്യാൻസൽ, ബാക്ക് ഇനി മുകളിൽ പൊക്കി. ഓതറൈസ്ഡ് പാർട്ട്നേഴ്സ്, ഇപ്പുറത്തെ സർവീസസ്, ഇത് ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതാണ്ട നോ യുവർ റീഫണ്ട് സ്റ്റാറ്റസ്, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത അസസ്മെന്റ് ഇയർ, കഴിഞ്ഞ വർഷത്തെ അസസ്മെന്റ് ഇയർ കൊടുത്തു. 21/24 സബ്മിറ്റ്. ഇതാണ്ട ഡേറ്റ, ഇതേ യുവർ റീഫണ്ട് ഹാസ് ബീൻ പ്രോസസ്ഡ് ബൈ റീഫണ്ട് ബാങ്കർ. 23rd ഓഗസ്റ്റിന് ഈ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ റീഫണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ളതാണ് റീഫണ്ടിന്റെ സ്റ്റാറ്റസ്. ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ പോയി നോക്കാൻ പറ്റും. ബാക്ക് കൊടുത്തു, ഒന്ന് മുകളിപ്പൊക്കെ, ബാക്ക് ഗോ ടു ഡാഷ്, സർവീസസ് കൊടുക്കുക. അല്ല സർവീസസിൽ ടാക്സ് ക്രെഡിറ്റ് മിസ്മാച്ച് അല്ല നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. റെക്ടിഫിക്കേഷൻ, റീഫണ്ട് റീഇഷ്യൂ എന്ന് കൊടുത്ത് ഞാൻ പറയില്ല, നിങ്ങളുടെ അക്കൗണ്ടിലെങ്ങാനും മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീഫണ്ട് റീഇഷ്യൂ റിക്വസ്റ്റ് കൊടുക്കണം. റീഫണ്ട് റീഇഷ്യൂ റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ പിന്നെ ക്രെഡിറ്റ് ആവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്യാതിരിക്കുന്നു, നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ അതിന് ശേഷം ക്ലോസ് ചെയ്തു, അപ്പം റീഫണ്ട് മടങ്ങിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ആദ്യം ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്തെന്ന് ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ റീഫണ്ട് റീഇഷ്യൂ റിക്വസ്റ്റ് കൊടുക്കാൻ. അതൊക്കെ സർവീസസ്, ചലാൻ കറക്ഷൻ, റെക്ടിഫിക്കേഷൻ ഓഫ് ഓർഡർ, ഇതെല്ലാം നിങ്ങൾക്ക് ഉള്ള ഓപ്ഷൻസ് ആണ്. ഇനി AS കൊടുത്തു. 26 AS. ഈ ഫയലിലാണ് നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ. ഇതേ ഈ ഫയൽ ഓപ്ഷനിൽ പോയിട്ടാണ് വ്യൂ ഫയൽ റിട്ടേൺസ്, ഒന്ന് കൊടുത്തു. വ്യൂ ഫയൽ റിട്ടേൺസ് വേണ്ട, ഇതേ ഓരോ റിട്ടേണിന്റെ സ്റ്റാറ്റസ് ഇത് കണ്ടോ. റീഫണ്ട് ഇഷ്യൂഡ് പ്രോസസ്ഡ് ഓൺ August 9. നിങ്ങളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ SSC ഫയൽ ചെയ്ത റിട്ടേണിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം. റീഫണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ, പ്രോസസ് ചെയ്തെന്നാണ്, അണ്ടർ പ്രോസസിംഗ് ആണോ, ഇത് താഴോട്ട് വന്ന ഇതൊക്കെ ഓരോ ഡേറ്റിലും അണ്ടർ പ്രോസസിംഗ് ആയിരുന്നു. അപ്പൊ പ്രോസസ് ചെയ്തപ്പോൾ കാണിച്ചു August 9. August 23 അത് ഇവര് ഫയൽ ചെയ്തിരിക്കുന്ന ITR 4 ആണ്, സ്വന്തമായിട്ടാണ് ഫയൽ ചെയ്തത്. ഫയലിംഗ് ഡേറ്റ് July 26 ഫയൽ ചെയ്തത് 139 എന്ന് പറയുന്നത് നോർമൽ ഡ്യൂ ഡേറ്റ്. ഇത് വ്യൂ നിങ്ങൾക്ക് ഈ ഇതുണ്ടോ, നിങ്ങളുടെ ഫയൽ ചെയ്ത് ഇങ്ങനെ റിട്ടേൺ നിങ്ങൾക്ക് വേണം ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ഫോം, ഡൗൺലോഡ് റെസീറ്റ്, ഡൗൺലോഡ് ജോസ് എന്ന് പറഞ്ഞാണ് അതിന്റെ യൂട്ടിലിറ്റി. അപ്പൊ ആ യൂട്ടിലിറ്റി ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ റിവൈസ് ചെയ്യാം. ഈ പോട്ടെ. അപ്പൊ 26 AS നിർക്ക് ഈ ആളുടെ വ്യൂ 26 AS കൺഫേം. ഇതേ ഐ അഗ്രി, പ്രൊസീഡ്. ഇതേ വ്യൂ ടാക്സ് ക്രെഡിറ്റ് ഫോം, ഇതാണ് നിങ്ങളുടെ 26 AS. ഇത് ടിപ്പിക്കൽ ആയിട്ട് നിങ്ങൾക്ക് 24-25 എടുത്തു. 24-25 എടുക്കുമ്പോൾ ഈ വർഷത്തെ എന്തെല്ലാം വന്നിട്ടുണ്ടെന്ന് അറിയാം. സെലക്ട് HTML ടെക്സ്റ്റ്, നിങ്ങൾക്ക് നോർമലി HTML ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് എക്സ്പോർട്ട് ആസ് PDF ആണ് കൊടുത്തത്. എക്സ്പോർട്ട് ആസ് PDF ഇതെല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാം. എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. പക്ഷേ ഇതാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു മോളിപ്പൊക്കെ TDS. ഈ നിങ്ങൾക്ക് TDS സർട്ടിഫിക്കറ്റ് തരുമ്പോൾ ഈ ട്രേസസിൽ നിന്ന് വന്നിരിക്കുന്ന TDS സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. ഇപ്പൊ KSFE തരുന്ന TDS സർട്ടിഫിക്കറ്റ് ഈ ട്രേസസ് എന്നുള്ള ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മുദ്രണമുള്ള TDS സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അല്ലാത്ത ഒരു TDS സർട്ടിഫിക്കറ്റും വാലിഡ് അല്ല. അപ്പൊ ട്രേസസ് സൈറ്റിൽ നിന്നാണ് അവരോട് ഈ KSFEയോടും ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് TDS സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കക്ഷികൾക്ക് അയക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പിടിച്ചിരിക്കുന്നത് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പിടിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്, ബാങ്കുകളിൽ നിന്ന് താഴോട്ട് പോരെ. പോട്ടെ, ഡീറ്റെയിൽസ് എടുക്കണ്ട, പോട്ടെ. അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ നിന്ന് അറിയാൻ പറ്റും നിങ്ങൾക്ക്. ബാക്കി അടിച്ചോ, ഒന്നുകൂടെ ഈ ഫയൽ പൊക്കോ. ഈ ഫയലില് ഡൗൺഫുൾ വ്യൂ ആനുവൽ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതാ ഞാൻ പറഞ്ഞ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. AS ഇൻസ്ട്രക്ഷൻസ് കൊടുക്ക. 21-24 കൊടുത്തോ. ഡൗൺലോഡ് PDF.
ഇത് നിങ്ങളുടെ പാൻ നമ്പർ ആണ് അടിക്കേണ്ടത് അല്ലെ, പാനും ഡേറ്റ് ഓഫ് ബർത്തും. അപ്പം പാനും ഡേറ്റ് ഓഫ് ബർത്തും ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും പാസ്വേഡ് സെറ്റ് ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും മാറ്റാം അല്ലെ. ഇൻകം ടാക്സ് വരുന്ന പാസ്വേഡ് ആണ്. അപ്പൊ നിങ്ങളുടെ പാനും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും. അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പാനും ഡേറ്റ് ഓഫ് ബർത്തും ആയിട്ട് അത് പ്രീസെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ആരാണെങ്കിലും നിങ്ങളുടെ പാനിനോട് ചേർന്ന് ഡേറ്റ് ഓഫ് ബർത്തും ആണ് അടിക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കേണ്ടത് DDMMYY അതായത് വർഷത്തിന്റെ 4 ഡിജിറ്റും അടിക്കണം. 2024. അപ്പൊ 31/07/1961 ആണ് 1961. പാന് അങ്ങനെയാണ് നിങ്ങളുടെ കൊടുക്കേണ്ടത്. ആദ്യം അടിച്ച പാൻ ഇൻകറക്റ്റ് ആയതുകൊണ്ട് ഇൻകറക്റ്റ് ആണെന്ന് കാണിച്ചു. ഇതാണ് ആനുവൽ ഇൻഫർമേഷനിൽ. ആനുവൽ ഇൻഫർമേഷൻ നിങ്ങൾ ഈ ടാക്സ് അടച്ചതിന്റെ ഡീറ്റെയിൽസ് കിട്ടും, അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും, എന്തെങ്കിലും ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ്. അപ്പൊ ഈ കേസിൽ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് കാണിക്കുന്നില്ലല്ലോ. SFT എന്നാണ് പറയുന്നത്, സ്പെസിഫൈഡ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സബ് രജിസ്ട്രാറാണ് പറഞ്ഞിരിക്കുന്നത് ഈ ലാൻഡ് സെയിലിന്റെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യണം. അങ്ങനെ എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്തിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതെല്ലാം ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ AAC വന്നിട്ടുണ്ടാവും. മുകളിലേക്ക് നോക്കും. ഇതാണ്. അപ്പം ഇതുവരെ പിടിച്ചിരിക്കുന്ന ടാക്സിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ, വേറെ ഒന്നും വരാനില്ല. ഇതാണ് ഒരു ടിപ്പിക്കൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിയിരിക്കണം. സാധാരണഗതിയിൽ നിങ്ങളുടെ 26 ASും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിലും ടാക്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരുപോലെ ആയിരിക്കും. TDS പിടിച്ചിരിക്കുന്നുണ്ട് ആയിരിക്കണം. പിന്നെ 26 ASൽ ഇല്ലാത്ത പല ഇൻഫർമേഷനും AS കാണും. അതുകൊണ്ടാണ് നിങ്ങളോട് AS നോക്കണമെന്ന് പറഞ്ഞത്. ബൈക്ക് അടിച്ചു. അപ്പൊ ഇനി മതില്ലോ. ഇപ്പൊ ASന്റെ അവിടുന്ന് ഏതാ ഈ ഡാഷ്ബോർഡിലെ AS എന്ന് വേണേൽ AS എടുക്കാം. അതൊന്ന് കൊടുത്തു. പ്രൊസീഡ്. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ അവിടുന്ന് വേണേൽ എടുക്കാം. അല്ലെ 26 ASന്റെ ആ ഈ ഫയലിംഗ് പോർട്ടൽ വിൻഡോയിൽ നിന്നും എടുക്കാം. പെൻഡിങ് ആക്ഷൻസ്, ഇൻകം ടാക്സ് എന്തെങ്കിലും നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൻഡിങ് ആക്ഷൻസിന് കാണാൻ പറ്റും. റെസ്പോൺസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിമാൻഡ് എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും ഡിമാൻഡ് പെൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ കാണിക്കും. ഒന്ന് സെർച്ച് കൊടുത്തു, അല്ല ഹസ്ബൻഡ് ഇയർ കൊടുത്തു. ഇത് ഇവിടെ ഈ കക്ഷിയുടെ കേസിൽ ഒരു ഡിമാൻഡും പെൻഡിങ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ അറിയാതെ നേരത്തെ ഡിമാൻഡ് അടയ്ക്കാനുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കിട്ടും. അപ്പം നിങ്ങൾക്ക് നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പെൻഡിങ് ആക്ഷൻ ഒന്നുകൂടെ എടുത്തു. വർക്ക് ലിസ്റ്റ്, റെസ്പോൺസ്, ഈ പ്രൊസീഡിങ്സ് എടുത്തു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ സ്ക്രൂട്ടറിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണും. ബാക്ക് അടിച്ചു. നിങ്ങൾക്ക് ഗ്രീവൻസ്, ഇപ്പൊ റീഫണ്ട് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ സബ്മിറ്റ് എ ഗ്രീവൻസ്. ഇപ്പം ഡിപ്പാർട്ട്മെന്റ് വളരെ വിജിലന്റ് ആണ്, നിങ്ങളുടെ ഗ്രീവൻസ് അഡ്രസ് ചെയ്തിരിക്കും. അപ്പൊ നേരത്തെ ആരോ പറഞ്ഞിരുന്നു എന്റെ റീഫണ്ട് ലേറ്റ് ആയെന്ന്. അപ്പൊ റീഫണ്ട് സ്റ്റാറ്റസ് പരിശോധിച്ചിട്ട് വേണം ഗ്രീവൻസ് കൊടുക്കാൻ. അത്രേ ഉള്ളൂ. നിങ്ങളുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ ഗ്രീവൻസ് കൊടുക്കാൻ. അതേ ഉറപ്പാക്കേണ്ടുള്ളൂ. ബാക്കി ഇതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഫയലിംഗ് സൈറ്റിൽ ഇങ്ങനെയാണ് നിങ്ങൾ കയറേണ്ടത്. ആരെയും ശ്രദ്ധിക്കാൻ വിട്ടുപോയിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ കൂടെ ലോഗിൻ ചെയ്യാം. ഒന്നുകൂടെ ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത്, അല്ല ആദ്യം മുതൽ അവിടെ മുതലല്ല, സൈറ്റ് എടുക്കുന്നിടം മുതൽ അത് ക്ലോസ് ചെയ്തു. ചുമ്മാ ഈ ഫയലിംഗ് ഇൻകം ടാക്സ് ഈ ഫയലിംഗ് ബോർഡർ അടിച്ചോ, അല്ല ഈ ഫയലിംഗ് ബോർഡർ ഓഫ് ഇൻകം ടാക്സ് താഴെ ഉണ്ട്, ആ ഓപ്ഷൻ എടുത്ത് അതെ. അപ്പൊ നേരെ ഇൻകം ടാക്സിന്റെ ഈ ഫയലിംഗ് ഇൻകം ടാക്സ് ഈ പോർട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ ഈ ഫയൽ ഹോം പേജിൽ ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. യൂസർ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ പാൻ കാർഡാണ്, പാൻ നമ്പറാണ്. അത് നിർബന്ധമായിട്ടും അത് തന്നെയാണ്. ഇവിടെ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാസ്വേഡ് സെറ്റ് ചെയ്യാം. അതേസമയം നിങ്ങളുടെ റീഫണ്ട് ഓർഡറോ 26 AS AS ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് പാസ്വേഡ് ആണ് പാൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും. DDMOM YY. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ദ റീഫണ്ട് ഇഷ്യൂഡ്, ഫയൽ സക്സസ്ഫുള്ളി അസസ്മെന്റ് 23-24 ഇതെല്ലാം വന്നിട്ടുണ്ട്. റിട്ടേൺ ഫയലില് അതിന്റെ താഴെ കാണിക്കുന്നുണ്ട് റിട്ടേൺ വെരിഫൈഡ് ഓൺ, റിട്ടേൺ പ്രോസസ്ഡ് ഓൺ, പ്രോസസിംഗ് completed on 9th August. The recent file returns അവര് ഓരോ വർഷം അടച്ചിരിക്കുന്ന ടാക്സും വരുമാനം എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ടോട്ടലിംഗ് എത്രയാണ്, ടാക്സബിലിറ്റി എത്രയാണ്, ടാക്സ് ഡെപ്പോസിറ്റഡ് എത്രയാണ്, ഇതെല്ലാം ഇപ്പം AI ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇറ്റ് ഹാസ് ബിക്കം വെരി ഈസി ആസ് വെൽ ആസ് ട്രേസബിൾ. അപ്പൊ ആരാണ് എന്നോട് ചോദിച്ചു TDS പിടിക്കുന്ന എന്താ, ഇതുകൊണ്ടാണ് ഈ TDS പിടിക്കുന്നത്. TDS പിടിച്ചപ്പോ ഇങ്ങനെ ഒരു വരുമാനം ഉണ്ടെന്നുള്ളത് ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിലേക്ക് വരികയാണ്. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. യൂസഫ് പറയുന്നു കമ്പ്യൂട്ടർ ബേസിക് അറിയാവുന്നവർക്കും ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. TDS റിട്ടേൺ ഫയൽ 1500 രൂപ ചെലവഴിച്ചാൽ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ 1500 രൂപ ചെലവഴിച്ചാൽ കാര്യങ്ങൾ നടക്കും. തീർച്ചയായിട്ടും പറ്റുന്ന കാര്യമാണ്. രഘു നായർ ചോദിക്കുന്നു, മാർച്ച് 24 ചിട്ടി പിടിച്ചു, KSF FD ഇട്ടു 9 ലക്ഷം രൂപ ഫോർ 1 year. ഇതിന് പാൻ സബ്മിറ്റ് ചെയ്തു, സബ്മിറ്റഡ് ആണ്, KSF അപ്രൂവ് ആയി. ഇൻട്രസ്റ്റിന് TDS റിട്ടേൺ ഇനി എന്താണ്? സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ പോലെ 30% നിരക്കില് KSF ഈ പലിശയുടെ TDS പിടിക്കും. TDS നിങ്ങൾ ജൂലൈ 31 മുമ്പായിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് ക്ലെയിം ചെയ്യണം. അപ്പൊ മിക്കവാറും ഇപ്പൊ മാർച്ച് 31 TDS ഇട്ടിട്ടുള്ളൂ. ഈ വർഷത്തെ TDS വളരെ മാർജിനിലേ കാണുള്ളൂ. അപ്പൊ അത് നിങ്ങളുടെ മറ്റു വരുമാനം ഒന്നും ഇല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ താഴെ ആയിരിക്കും. പക്ഷെ റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. ഇതെന്നാ വായിക്കാം ശ്രീകാന്ത്. അതായത് KSF-ല് നിങ്ങളിപ്പോ പാൻ നിർബന്ധമായിട്ടും കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമല്ലോ. പാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം ഒരു TDS റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ 26 സൈസ് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ TDS വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. വന്നിട്ടില്ല KSF-ക്ക് മെയിൽ അയക്കാം. വസീം ഖാനോട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ജൂലൈ 31 നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ലല്ലോ. പിഴയോടെ ഡിസംബർ 31 വരെ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. ഡിസംബർ 31 വരെ നിങ്ങൾ ഫയൽ ചെയ്ത് TDS ക്ലെയിം ചെയ്തില്ലേ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ കണ്ടോണേഷൻ പ്രൊസീജിയർ ഒക്കെ ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൽട്ട്, വിച്ച് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. നാട്ടിലുള്ളവരുടെ പേരിൽ ചിട്ടി തുടങ്ങിയാൽ TDS പിടിക്കാം. തീർച്ചയായിട്ടും TDS പിടിക്കും. TDS എല്ലാവരും പ്രവാസിയാണ് തദ്ദേശീയനാണെന്ന് കണക്കാക്കാതെ TDS പിടിക്കും. TDS പിടിക്കുന്ന നിരക്കിൽ മാത്രം വ്യത്യാസമുണ്ട്. ഇന്ത്യയിലുള്ളവരെ സംബന്ധിച്ചാണ് 5000 രൂപ ഉള്ള പലിശയ്ക്ക് TDS പിടിക്കുകയില്ല. 5000 രൂപ ക്രോസ് ചെയ്യുന്ന ആ മൊമെന്റിൽ മുഴുവൻ പലിശയ്ക്കും TDS പിടിക്കും. അപ്പൊ നമ്മൾ ഏതായത് ഈ സെഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്.
ഇനി ആരുടെയും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ മെസ്സേജിൽ കൊറിയിലിടുക, അല്ലെങ്കിൽ നമുക്ക് ഈ സെഷന് ഏതാണ്ട് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ കൊറിയൊന്നും വന്നിട്ടില്ല. അപ്പൊ സുജാത മാം, ഓവർ ടു സുജാത മാം. PPT ലാസ്റ്റ് സ്ലൈഡ്. Yes. Thank you, sir. ഇന്നിവിടെ ടാക്സ് സംബന്ധമായ കാര്യങ്ങളിൽ പ്രവാസി ചിട്ടി ഇടപാടുകാരുടെ സംശയങ്ങൾ നിവർത്തിക്കുന്നതിനായിരുന്നു ഈ സെഷൻ, ഈ FB ലൈവ് സെഷൻ നമ്മൾ വെച്ചത്. ഇതിൽ സംശയങ്ങൾ ചോദിച്ച മാന്യ ഇടപാടുകാർക്ക് നല്ല രീതിയിൽ തന്നെ ബാബു സാർ അതിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും കമന്റ്സ് FBയിൽ ഇപ്പോഴും ഇടപാടുകാർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനെല്ലാം തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. കൂടാതെ പ്രവാസി ചിട്ടി ഇടപാടുകാരോട് വീണ്ടും എനിക്ക് പറയാനുള്ളത്, ചിട്ടി തുക നമ്മള് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്ന കാര്യങ്ങളിൽ കേസുകളിൽ മാത്രമാണ് ഇതുപോലെ TDS നൽകേണ്ടി വരുന്നത്. ആ FD ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് പോർഷൻ ആണ് ഇത് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് TDS പിടിച്ചത് അർഹരായവർക്ക് എങ്ങനെ അത് റീഫണ്ട് ക്ലെയിം ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. കൂടാതെ പ്രവാസി ചിട്ടി ഇടപാടുകാർ ഈ പ്രവാസി ചിട്ടിക്കായിട്ട് ഒരു പോർട്ടൽ അഥവാ ഒരു മൊബൈൽ ആപ്പ് വഴി നമുക്ക് യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ TDS ഡിക്ലറേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിനകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ഐക്കൺ ഉണ്ട്. അതിൽ നമ്മൾ TDS എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു NRI ആണോ NRK ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ പാൻ ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കുന്നു. പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പാനിന്റെ ഒരു കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യുകയും അത് പാൻ നമ്പർ അടിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ ആ ഒരു പ്രോസസ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് TDS റീഫണ്ട് ക്ലെയിം പ്രോസസ്സ് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾ ഏപ്രിൽ മെയ് മാസത്തിലാണ് നമ്മള് ഫോം 16 ഡൗൺലോഡ് ചെയ്യാനുള്ള ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഈ TDS റീഫണ്ട് ക്ലെയിം ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് അവിടെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് TDS ഡിക്ലറേഷൻ സബ്മിഷൻ എന്ന പ്രോസസ്സ് മറക്കാതെ എല്ലാ പ്രവാസി ഇടപാടുകാരും, പ്രത്യേകിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇവിടെ ഇട്ടിരിക്കുന്ന പ്രവാസി ഇടപാടുകാർ തീർച്ചയായിട്ടും മറക്കാതെ ചെയ്യണമെന്നുള്ളതും ഒന്ന് ശ്രദ്ധപ്പെടുത്തുകയാണ്. അപ്പോ ഇന്നിവിടെ ഈ FB ലൈവിൽ വന്ന് നമ്മളോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച എല്ലാ മാന്യ ഇടപാടുകാർക്കും ഞാൻ നന്ദി പറയുകയാണ്. കൂടാതെ ഇന്ന് ഈ FB ലൈവ് പ്രോഗ്രാം നമുക്ക് ടാക്സ് TDS വിഷയങ്ങളെ കുറിച്ച് നമുക്ക് അറിവ് പകർന്നു തന്ന, അതുപോലെ തന്നെ മാന്യ ഇടപാടുകാർക്ക് എല്ലാ മറുപടിയും നൽകിയ ശ്രീ ബാബു എബ്രഹാം കള്ളിവയലിന് KSFയുടെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും എല്ലാ മാന്യ ഇടപാടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് KSF പ്രവാസി ചിട്ടിയുടെ അസോസിയേറ്റ് നിൽക്കുന്ന എല്ലാ ഇടപാടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you. Okay.